നമസ്കാരം. CMRL എക്സാലോജിക് വിവാദത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ഒരു തരത്തിലുമുള്ള IT സേവനങ്ങളും നൽകാതെ വീണയും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും കൂടി കരിമണൽ കമ്പനിയായ CMRL നിന്ന് 2.78 കോടി രൂപ കൈപ്പറ്റിയതാണ് SFIO റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ 2.07 കോടി രൂപ വീണയ്ക്ക് നേരിട്ടും 71 ലക്ഷം രൂപ എക്സാലോജിക് കമ്പനിയുടെ അക്കൗണ്ടിലേക്കുമാണ് CMRL നൽകിയിരിക്കുന്നത്. 2024 നവംബറിൽ SFIO തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം കേസിൽ ശക്തമായ അന്വേഷണവും റെയ്ഡും തുടരുന്നത്. 1 ലക്ഷം രൂപ മൂലധനവുമായി 2014-2015 ആരംഭിച്ച എക്സാലോജിക് കമ്പനി 2021-2022 ആയപ്പോഴേക്കും കടുത്ത സാമ്പത്തിക നഷ്ടത്തിലായിരുന്നു. സ്കൂളുകൾക്കും കോളേജുകൾക്കുമായിട്ടുള്ള ഇൻമെഗ് എന്ന സോഫ്റ്റ്വെയർ ആയിരുന്നു കമ്പനിയുടെ പ്രധാന ഉൽപ്പന്നമെങ്കിലും 2017-2019 കാലയളവിൽ കമ്പനിയുടെ പ്രധാന വരുമാന സ്രോതസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള KSIDCക്ക് 13.4% ഓഹരിയുള്ള CMRL മാത്രമായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ 2017 ജനുവരി 1 മുതൽ വീണയെ പ്രതിമാസം 5 ലക്ഷം രൂപ പ്രതിഫലത്തിൽ CMRLന്റെ IT കൺസൾട്ടന്റായി നിയമിച്ചു. ഇതിനു പുറമെ പ്രതിമാസം 3 ലക്ഷം രൂപ വീതം നൽകുന്ന സർവീസ് ലെവൽ കരാർ എക്സാലോജിക്കുമായി ഒപ്പിടുകയും ചെയ്തു. അതായത് മാസത്തിൽ 8 ലക്ഷം രൂപ വീതം, വർഷത്തിൽ 96 ലക്ഷം രൂപയാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് വീണ കൈപ്പറ്റിയത്. CMRLന് പുറമെ മറ്റ് 12 സ്ഥാപനങ്ങളിൽ നിന്നായി 2.1 കോടി രൂപ കൂടി എക്സാലോജിക്കിന് ലഭിച്ചതായും റിപ്പോർട്ടിലുണ്ട്. CMRL MD ശശിധരൻ കർത്തായുടെ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനി എക്സാലോജിക്കിന് 50 ലക്ഷം രൂപ വായ്പ നൽകിയിരുന്നതിൽ വെറും 4 ലക്ഷം രൂപ മാത്രമാണ് വീണ തിരിച്ചടച്ചത്. ബാക്കി തുക CMRLൽ നിന്ന് IT സേവനങ്ങളുടെ പേരിൽ വാങ്ങിയ പണം ഉപയോഗിച്ച് പിന്നീട് വായ്പയിലേക്ക് വകയിരുത്തുകയായിരുന്നു. എന്നാൽ എക്സാലോജിക് CMRLന് ഒരു തരത്തിലുമുള്ള സേവനവും നൽകിയിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. എക്സാലോജിക്കിലെ IT ജീവനക്കാർക്കോ CMRLലെ IT മേധാവിക്കോ ഇത്തരമൊരു സേവനത്തെക്കുറിച്ച് അറിവില്ല. SFIOയ്ക്ക് മുന്നിൽ ഹാജരായ വീണയ്ക്ക് സേവനം നൽകിയതുമായി ബന്ധപ്പെട്ട ഒരു രേഖ പോലും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ശശിധരൻ കർത്തയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയാണ് ധാരണയിലെത്തിയതെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിനും തെളിവുകളില്ല. പണമിടപാടുകൾക്ക് വേണ്ടിയല്ലാതെ ഇരു കമ്പനികൾക്കുമിടയിൽ ഒരു ഇമെയിൽ സന്ദേശം പോലും അയച്ചിട്ടില്ലെന്നത് തട്ടിപ്പിന്റെ ആഴം കൂട്ടുന്നു. CMRL എക്സാലോജിക്കുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം യഥാർത്ഥ IT സേവനങ്ങൾക്കായി കരാറിൽ ഏർപ്പെട്ട ATNA ടെക്നോളജീസ് എന്ന കമ്പനിക്ക് നൽകിയതിനേക്കാൾ 75 മടങ്ങ് അധികം തുകയാണ് ഒരു സേവനവും നൽകാതെ വീണയ്ക്ക് കൈമാറിയത്. മുൻപ് 2019 ജനുവരിയിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ 2.72 കോടി രൂപ നൽകിയതായി കണ്ടെത്തിയിരുന്നുവെങ്കിലും ആ റെയ്ഡിന് ശേഷവും കരിമണൽ കമ്പനിയിൽ നിന്ന് എക്സാലോജിക്കിലേക്ക് പണമൊഴുക്ക് തുടർന്നിരുന്നുവെന്നതാണ് SFIO കണ്ടെത്തിയിരിക്കുന്നത്. കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് 7-ാം നമ്പർ കോടതിയിലാണ് SFIO കുറ്റപത്രം നൽകിയത്. ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ 2.78 കോടി രൂപ CMRLൽ നിന്ന് വീണ കൈപ്പറ്റിയെന്നാണ് SFIO കണ്ടെത്തൽ. എക്സാലോജിക് എന്നാൽ വീണ മാത്രം. കമ്പനി നിയമപ്രകാരം 6 മാസം മുതൽ 10 വർഷം വരെ തടവും കടുത്ത പിഴയും ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് വീണയ്ക്കെതിരെ SFIO കണ്ടെത്തിയിരിക്കുന്നത്. അന്വേഷണ സംഘം 1 വർഷം മുൻപ് തന്നെ എറണാകുളത്തെ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നുവെങ്കിലും പ്രതികൾക്ക് സമൻസ് നൽകിയ ശേഷം മാത്രമേ കുറ്റപത്രം അംഗീകരിക്കാവൂ എന്ന CMRLന്റെ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി വിചാരണ താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഈ കേസ് വരും ജൂലൈ 7-ന് കോടതി വീണ്ടും പരിഗണിക്കും. SFIOയുടെ അന്വേഷണം കമ്പനി നിയമത്തിലെ ക്രമക്കേടുകളുമായി മാത്രം ഒതുങ്ങുന്നതിനാൽ ഈ കോടികളുടെ ഇടപാടിലെ അഴിമതിയും കള്ളപ്പണം ഇടപാടും ധാതുമണൽ കൊള്ളയും വിശദമായി അന്വേഷിക്കാൻ ED, CBI, ആണവോർജ്ജ വകുപ്പ് എന്നിവർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് ഷോൺ ജോർജ് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഇതിൽ കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. ഈ കേസിന്റെ തുടക്കത്തിൽ ED പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നെങ്കിലും CMRLന്റെ ഹർജിയിൽ കോടതി സ്റ്റേ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന SFIO കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ED കേസിൽ ശക്തമായി വീണ്ടും ഇടപെട്ടിരിക്കുന്നത്. ഇതിനെതിരെ CMRL നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതോടെയാണ് കഴിഞ്ഞ ദിവസം ED നേരിട്ടുള്ള റെയ്ഡുകളിലേക്കും കടന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നെങ്കിലും സേവനത്തിനാണ് വീണ പണം കൈപ്പറ്റിയതെന്ന രാഷ്ട്രീയ പ്രതിരോധത്തിലാണ് CPM ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്.